വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഏർലി മോർണിംഗ് അല്ല കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ആണ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. പാലൊഴിച്ച് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി എടുത്തതാണ്. അതൊക്കെ കുടിച്ചതിന് ശേഷം ഇനി സോഫയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ സോഫക്ക് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് സോഫ കവർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ സോഫ നല്ല ഒന്ന് വാക്യൂം ചെയ്ത് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്ലീനിങ് എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഒന്നായിട്ടൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാതെ കുറേശ്ശെ ആയിട്ട് പാർട്ടായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മുടെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ അതങ്ങ് കഴിഞ്ഞു പോയിക്കോളും. അതുപോലെ തന്നെ ഉച്ചയാകുമ്പോഴത്തേന് നമുക്കെല്ലാം കൊണ്ടും ഫ്രീ ആവാനും പറ്റും. എത്രയും നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് ഫ്രീ ആവാനും പറ്റും. നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള സമയം ഇഫക്റ്റീവായിട്ട് നമുക്ക് നമ്മളുടേതായ സെൽഫ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാത്തിനും ഒരു പ്ലാനിങ്ങും ടൈം ടേബിളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടും പെട്ടെന്നും തീർക്കാൻ പറ്റും. വൈകുന്നേരം വരെ നമുക്ക് വീട്ടിൽ ക്ലീനിങ്ങും കുക്കിങ്ങും ആയിട്ട് അങ്ങനെ സമയം കഴിയേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനെന്നും വൃത്തിയാക്കി വെക്കുന്നത്. വൃത്തിയാക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മൾ വലിച്ചു വാരി ഇടുമ്പോഴുള്ള നമ്മളുടെ ഒരു മോശം മാനസികാവസ്ഥ, രണ്ടും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് സോഫ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. നമ്മൾ നിലത്ത് ഉപയോഗിക്കുന്ന വേറൊന്നാണ് കേട്ടോ. ഇത് ബെഡിലും സോഫയിലും ഇങ്ങനത്തെ സർഫേസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നന്നായിട്ട് പൊടി സക്ക് ചെയ്തെടുക്കും ഡൈസൻ്റെ വാക്യൂം ക്ലീനർ. അതുപോലെ തന്നെ നമ്മൾക്ക് കോഡ്ലെസ് ആണ്, കൊണ്ടടക്കാനൊക്കെ എളുപ്പമാണ്. ഈ വാക്യൂം ക്ലീനർ കോഡ്ലെസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളത് ചാർജ് ചെയ്ത് വെക്കണം. ഫുൾ ചാർജ് ചെയ്താൽ നമുക്ക് 45 മിനിറ്റ് ക്ലീൻ ചെയ്തെടുക്കാനുള്ള അത്രയും ചാർജ് അതിലുണ്ടാവും. ഒരു ഫ്ലാറ്റ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എനിക്ക് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ മസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും പിന്നെ ഈ ടേബിളിലേക്ക് ഫുഡിൻ്റെ വേസ്റ്റ് വലിച്ചു വാരുന്ന സ്വഭാവമൊക്കെ നമ്മൾ മാറ്റണം. അപ്പോൾ ചില ആൾക്കാർ വീട്ടിൽ ചെന്നാൽ ടേബിളൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലാണ്, ഈ ഫിഷിൻ്റെയും മറ്റുമൊക്കെ. എല്ലാ വേസ്റ്റും ടേബിളിൽ ഇടുന്നതുകൊണ്ടാണത്. അങ്ങനെ ചെയ്ത് നമ്മൾ ഒന്നുകിലും ഒരു പാത്രം വെക്കുക അല്ലെങ്കിൽ നമ്മളുടെ പ്ലേറ്റിൻ്റെ സൈഡിലിടാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സും ക്യാരറ്റും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതിന് ഞാൻ 15 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ സൈസിലുള്ളതാണ്. വലിയ സൈസുള്ളതാണെങ്കിൽ 10 എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ കല്ലുണ്ടാവും, അത് കടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലെ കുരുകളൊക്കെ മാറ്റിയെടുക്കുന്നത് നല്ല കേട്ടോ. ആദ്യം തന്നെ കഴുകിയെടുക്കുക. ഇതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡേറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള ഡേറ്റ്സാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് സോഡ ഡേറ്റ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ. ഇത് നന്നായിട്ടൊന്ന് അതിൽ സോക്കാക്കിയിട്ട് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ്. ഇത് ഈ ഒരു സൈസിലും വലിപ്പത്തിലും മതി കേട്ടോ. തടിയൊക്കെ കാണാമല്ലോ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അത് പീൽ ചെയ്തിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ഷ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കട്ടെ. നല്ല നേരിയ നൂലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇനി മാറ്റി വെച്ചിട്ട് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പിൽ 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് ബാക്കിയുള്ള അത്ര എടുക്കുക കേട്ടോ. 1/2 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടീസ്പൂൺ ഷുഗർ മാറ്റിയെടുത്താൽ മതി. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അറിയില്ലെങ്കിൽ പറയാം, നേരിയ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കില്ല.
നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ഫസ്റ്റ് ഇടുന്ന സമയത്ത് പാത്രം നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന് നല്ല പ്ലം കേക്കിനെ പോലെ ഡാർക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം കയ്പ്പ് രസം വരും നമ്മുടെ കേക്കിന്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലാവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തം ഒരു കപ്പ് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കണം. ക്യാരറ്റ് ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ. അതുപോലെ കുറച്ച് ബ്ലാക്ക് റൈസിൻസാണ് ഇട്ട് കൊടുത്തത്. അതില്ലെങ്കിൽ മറ്റേത് സാധാരണ റൈസിൻസ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത്, പായസത്തിലാണെങ്കിലും കേക്കിലാണെങ്കിലും. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഫുള്ള് ഡ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പം ഷുഗർ തണുക്കുമ്പോൾ അത് സെറ്റായി പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സോക്കായ രൂപത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ പാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പാനിൻ്റെ ഉള്ളിലാദ്യം ഒന്ന് നമ്മൾ ബട്ടറോ ഓയിലോ തേച്ചെടുക്കുക. വെളിച്ചെണ്ണയും ഒലീവ് ഓയിലോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലും ബട്ടർ തേച്ചെടുക്കുക. എന്നിട്ട് മൈദ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് മൈദപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടഞ്ഞെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് സീവ് ചെയ്തെടുക്കുക. ഇതിൽ തരികളും കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് എപ്പോഴും നല്ല സീവ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വൈറ്റ് പാർട്ട് ഒന്നിലേക്ക് മാറ്റിയെടുക്കുകയാണ്, യോക്കും മറ്റേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വൈറ്റ് പാർട്ടിലേക്ക് മഞ്ഞയുടെ ഭാഗം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഈ യെല്ലോ പാർട്ട് അതിൽ പെടുമ്പോൾ നന്നായിട്ട് പൊന്തി വരാൻ ഉള്ള ചാൻസ് കുറയും കേട്ടോ. അപ്പോൾ 3 ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പിന് 2 ടീസ്പൂൺ കുറവുള്ള രീതിയിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വരെയൊക്കെ നമുക്ക് നെയ്യ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ മിക്സാണ്. അത് നമ്മളിങ്ങനെ ബേക്കിംഗ് സോഡയിലും പാലിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റായി കിട്ടുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്താൽ മതി. അതുപോലെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, 1/4 കപ്പ് അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് സ്പൂൺ വെച്ചിട്ടോ സ്പാറ്റിൽ വെച്ചിട്ടോ എങ്ങനെ ചെയ്താലും മതി. നമ്മൾ മുട്ടയുടെ വെള്ളം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ടയുടെ വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ അത് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനിലയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഫായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ആ മിക്സ്ചർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്യരുത്, പൊടിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും. ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ഒന്നായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല. മെല്ലെ മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നാലേ ഇത് പൊങ്ങി സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മുട്ടയുടെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ കാണിക്കുന്ന രീതിക്ക് തന്നെ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കേക്ക് പൊങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. നല്ല എയറി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാണ്. 10 മിനിറ്റ് ഓവനോടെ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ.
ഇനി അതിലേക്ക് 40 to 45 മിനിറ്റ്സാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അതും 180 ഡിഗ്രിയിൽ തന്നെ ചെയ്യുന്നത്. ഇനി ഓവനിലേക്ക് മാറ്റാണ്. നിങ്ങൾ ചെമ്പിൽ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഓവനിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ 45 മിനിറ്റ്സിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ബട്ടറും ഓയിലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യണം. ഇത് നെയ്യ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.